ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനവിഷയം സ്തേഫാനോസ് ആരായിരുന്നു? 532 എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തിക്ക് ശേഷം 17-ാമത്തെ ദിവസമാണ്. ഈ മാസത്തെ 10-ാമത്തെ ദിവസമാണ് ബുധനാഴ്ച. എല്ലാവരും ഉപവസിക്കുന്ന ദിവസമാണ്. ഈ വർഷത്തിലെ 161-ാമത്തെ ദിവസമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൈവം നമുക്ക് ഈ 161 ദിവസം ജനുവരി 1-ാം തീയതി മുതൽ ജീവിക്കുവാൻ തന്ന ആ കൃപാവരങ്ങൾക്ക് വേണ്ടി അവന് സ്തുതി പാടുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ സ്തുതി പാടുന്നു എങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ ആയിത്തീരുമ്പോഴാണ് നമുക്ക് കൃപാവരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ലഭിക്കുവാൻ ഇടയാകുന്നത്. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും അവൻ്റെ തൃപാദത്തിൽ ആ സ്തേഫാനോസിനെ പോലെ ശരണപ്പെട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പരിശുദ്ധനും മഹത്വമുള്ളവനും ആയിരുന്നു സ്തേഫാനോസ് എന്ന് നാം സ്തേഫാനോസിനെ കുറിച്ച് ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശ്വാസവും പരിജ്ഞാനവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്. വിശുദ്ധ കുർബാനയിലെ 4-ാം തൂതനിൽ ശമാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനും എന്നാണ് സാക്ഷിക്കുന്നത്. ആദിമ സഭയിലെ ശുശ്രൂഷകൾക്കായി ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തതിൽ പ്രധാനിയാണ് യെരുശലേമിൽ താമസമാക്കിയ പ്രവാസിയായ സ്തേഫാനോസ്. ചിതറിപ്പാർത്ത യഹൂദ ജനങ്ങളുടെ പ്രവർത്തനങ്ങളെ നയിച്ച് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയ ഉജ്ജ്വല വാഗ്മിയും വേദ പ്രബോധകനും ആയിരുന്ന അദ്ദേഹത്തോട് തർക്കിച്ച് വിജയിക്കുവാൻ അക്കാലത്ത് പ്രബുദ്ധരായ ജ്ഞാനികൾക്ക് സാധിച്ചില്ല. ആ ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാനും കഴിഞ്ഞില്ല എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം 10-ലും 1 കൊരിന്ത്യർ 12-8 പറയുന്നുണ്ട്. യെരുശലേമിലെ പ്രമുഖ ആത്മായ നേതാവും വേദവ്യാഖ്യാതാവുമായ വിശുദ്ധ സ്തേഫാനോസിനെ കുറിച്ച് 80-ലധികം വാക്യങ്ങൾ അപ്പോസ്തല പ്രവർത്തികളിൽ ഉണ്ട്. 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം അധ്യായം 2-ാം വാക്യം വരെയും 11-ന്റെ 19-ഉം 19-ന്റെ 11-ഉം 22-ന്റെ 20-ലും സ്തേഫാനോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദിമ സഭയിൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും ശമാശന്മാരും ക്രിയാത്മക നേതൃത്വം വഹിച്ചിരുന്നു. ആദിമസഭയിൽ ഗ്രീക്ക് അർമായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ തമ്മിൽ തർക്കവും ശത്രുതയും ഉണ്ടായിരുന്നു. നിർധന സ്ത്രീകളെയും വിധവകളെയും സംരക്ഷിക്കുന്നതിനായുള്ള ധനസമാഹരണത്തിലും ധനവിനിയോഗത്തിലും ഗ്രീക്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടത്ര നീതി അർമായ ഭാഷക്കാർ നൽകാത്തതിനാൽ പ്രതിഷേധങ്ങൾ ശക്തിപ്പെട്ടിരുന്നു. അവർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിനായി അപ്പോസ്തലന്മാർ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരിൽ നിന്ന് 7 പേരെ കണ്ടെത്തി ആത്മാവും ജ്ഞാനവും സാക്ഷ്യവുമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുകയും അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് കൈവച്ച് ശുശ്രൂഷയിലേക്ക് നിയോഗിക്കുകയും ചെയ്തുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 6-ൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുള്ള പുരുഷനായ യോശുവയെ കൈവച്ച് അഭിഷേകം ചെയ്ത ആജ്ഞ കൊടുത്തതിൻ്റെ സമാനമാണ് ഇവിടെ നാം കാണുന്നത്. സംഖ്യാപുസ്തകം 27-18 നാം നോക്കുമ്പോൾ യോശുവയ്ക്ക് ഇങ്ങനെ കൈവപ്പ് ലഭിച്ചതായി നാം അവിടെ കാണുന്നുണ്ട്. ആദിമസഭയിലെ ശുശ്രൂഷ നിർവഹണത്തിന് ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത 7 പേരെ ഭക്ഷണ വിതരണം, ധനവിനിയോഗം, ആതുര ശുശ്രൂഷ തുടങ്ങിയ മേശയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. സ്തേഫാനോസിനെ വിശ്വാസ പ്രബോധനം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ 6 ഭാഗങ്ങളിലായി പ്രതിപാദിക്കുന്നുണ്ട്. 2 മുതൽ 7 വരെയും 8-ന്റെ 8 തൊട്ട് 19 വരെയും 20 തൊട്ട് 39 വരെയും
40 മുതൽ 43 വരെയും 44 മുതൽ 50 വരെയും 51 മുതൽ 53 വരെയും 7-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. പഴയ നിയമ ചരിത്ര ഭാഗങ്ങൾ ഉദ്ധരിച്ച് സ്തെഫാനോസ് നടത്തുന്ന വിശ്വാസ പ്രബോധനം യേശുക്രിസ്തുവിൽ മഹത്വം വിവരിക്കുകയാണ്. അബ്രഹാമിൽ ആരംഭിച്ച് ക്രിസ്തുവിലെത്തുന്ന ഇസ്രായേലിന്റെ ചരിത്ര വിശകലനമാണ് മുഖ്യമായും നിർവഹിക്കുന്നത് എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാവും. ആദിമസഭയിലെ വിശ്വാസ പ്രബോധനത്തിന്റെ ഉത്തമ മാതൃകയാണ് സ്തെഫാനോസിന്റെ പ്രഭാഷണം. ദൈവത്തിന്റെ ഇടപെടലിൽ യഹൂദന്മാർ കാട്ടിയ വിമുഖതയെ വിമർശിച്ച സ്തെഫാനോസ് നേരിട്ടത് കൊടിയ പീഡനങ്ങളായിരുന്നു. അബ്രഹാം, ജോസഫ്, മോശ എന്നിവരെ ചരിത്രത്തിൽ വീക്ഷിച്ചിരുന്ന വിവരണവും അതിന്റെ വിമർശനവുമാണ് യഹൂദന്മാരെ ക്രോധിപ്പിച്ചത്. സ്തെഫാനോസിന് മേലുള്ള ആരോപണങ്ങൾ യേശുവിൽ ആരോപിക്കപ്പെട്ടതിന് സമാനമായിരുന്നു എന്ന് നാം ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്തെഫാനോസിനെതിരെ 3 പ്രധാന ആരോപണങ്ങളാണ് ഉയർത്തിയത്. 1, ദൈവത്തിനും മോശയ്ക്കുമെതിരെ ദൈവദൂഷണം പ്രബോധിപ്പിച്ചു. 2, വിശുദ്ധ നഗരമായ യെരുശലേമിന് എതിരെ പ്രസംഗിച്ചു. 3, നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുമെന്നും മോശയുടെ പൈതൃകത്തെ തകർക്കും എന്ന് പഠിപ്പിച്ചതായും ആരോപിച്ചു. സ്തെഫാനോസ് പ്രധാനമായും യഹൂദന്മാർക്കെതിരെ 2 ആരോപണങ്ങൾ ഉയർത്തി. ഒന്നാമത്തത്, യഹൂദന്മാർ പ്രവാചകന്മാരുടെയും നീതിമാന്മാരുടെയും ഒറ്റുകാരും ഘാതകരുമാണ്. രണ്ടാമത്തത്, യഹൂദന്മാർക്ക് ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും അവ പ്രമാണിക്കുന്നില്ല, അത് അനുസരണക്കേടാണെന്ന് ചരിത്ര വസ്തുതകൾ ഉയർത്തി നടത്തിയ സ്തെഫാനോസിന്റെ പ്രഭാഷണത്തിന്റെ പ്രത്യാഘാതമായിരുന്നു യഹൂദന്മാരുടെ ആരോപണങ്ങൾ. സ്തെഫാനോസിനെ മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കിയും കള്ളസാക്ഷികളെ നിർത്തിയും മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ഭൂഷണം ആരോപിച്ചും ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു എന്ന് കുറ്റം വിധിപ്പിച്ചു. നസ്രായനായ യേശു മോശ പഠിപ്പിച്ച പൈതൃകം മാറ്റിക്കളഞ്ഞതായി കേട്ടു എന്നും പറയിച്ചു. ഇതിനെതിരെ സ്തെഫാനോസ് വേദയുക്തികൾ നിരത്തി ഖണ്ഡിച്ചെങ്കിലും എതിർപ്പുകൾ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു. സ്തെഫാനോസ് ദൈവദൂഷണം നടത്തിയെന്ന് ആരോപിച്ച് കല്ലെറിഞ്ഞപ്പോഴും പരിശുദ്ധാത്മ പ്രാർത്ഥിക്കുകയായിരുന്നു. കാൽവറി കുരിശിലെ യേശുവിൻ്റെ അന്ത്യമൊഴികളുമായി അഗാധ ബന്ധം പുലർത്തുന്നതാണ് കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന പ്രാർത്ഥനയും കർത്താവേ, അവർക്ക് ഈ പാപം നിലനിർത്തരുത് എന്ന അപ്പോസ്തല പ്രവൃത്തികൾ 7:60 പറയുന്നതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള നിലവിളിയും സ്തെഫാനോസിന്റെ പ്രാർത്ഥനകൾ യേശുവിൻ്റെ നിലവിളിയും ഇവിടെ പ്രതിധ്വനികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. പ്രതിസന്ധികളിലും പോരാട്ടങ്ങളിലും പീഡനങ്ങളിലും സ്തെഫാനോസ് പുലർത്തിയ മാനസിക നിലപാടും ഭൗതികമായ ഇടപെടലും പരിശുദ്ധാത്മശക്തിയിൽ അടിയുറച്ചുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ധീരതയോടും ശാന്തതയോടും നടത്തിയ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അസഹിഷ്ണുത പുലർത്തിയവർ ദൈവത്തിനും മോശയ്ക്കുമെതിരെ ഭൂഷണം പറഞ്ഞതായി കുറ്റാരോപണം നടത്തി സന്നിധി സംഘത്തിന്റെ മുമ്പിലും വിശ്വാസ വിശകലന ധീരമായി പങ്കിടുന്ന സ്തെഫാനോസിന്റെ വിശ്വാസ പ്രബോധനം ക്രിസ്തീയ സഭയെ യഹൂദ പൈതൃകത്തിന്റെ ജീർണതകളിൽ നിന്നും പിന്നീട് മോചിപ്പിച്ചതായി ചരിത്രം സാക്ഷിക്കുന്നു. പീഡനങ്ങളുടെ അന്ത്യത്തിൽ സ്തെഫാനോസ് 3 കാര്യങ്ങളാണ് സാക്ഷിക്കുന്നത്. 1, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും സ്തെഫാനോസ് കാണുന്നു. രണ്ടാമത്തത്, സ്തെഫാനോസിന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. മൂന്നാമത്തത്, ഉപദ്രവിക്കുന്നവർക്കായി സ്തെഫാനോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇത് പറഞ്ഞിട്ട് സ്തെഫാനോസ് നിദ്ര പ്രാപിച്ചു. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്യുകയും വലിയ പ്രലാപം കഴിക്കുകയും ചെയ്തുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 8:2 നമുക്ക് കാണുവാൻ സാധിക്കും. ആ സ്തെഫാനോസിനെ പോലെ കുറച്ച് വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനും അവൻ്റെ ആ നല്ല മെസ്സേജ്, അതായത് അവൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവൻ ചെയ്തതായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് അവരെ പ്രബോധിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണോ? ആ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കുവാൻ
ഒരു സാക്ഷ്യമുള്ള ഒരു കുടുംബ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കുമോ എന്ന് ഒന്ന് ആലോചിച്ച് അങ്ങനെ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നാം നമ്മെ തന്നെ പരിവർത്തനം ചെയ്യണമേ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.